മെഡിസെപ്പിന്റെ അന്യായമായ പ്രീമിയം വർധനയ്ക്കെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോട്ടയം ജില്ലയിൽ പ്രതിഷേധ ധർണ നടത്തി. ജീവനക്കാരുടെ മെഡിക്കൽ അലവൻസ് പ്രീമിയം 500 രൂപയിൽ നിന്നും ഏകപക്ഷീയമായി 810 രൂപയായി വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. ഇതിന്റെ ഭാഗമായി കരിദിനവും ആചരിച്ചു. പൊൻകുന്നം സബ് ട്രഷറിക്ക് മുന്നിലാണ് പ്രതിഷേധ ധർണ നടന്നത്. ഒരു ജീവനക്കാരന് കുടിശ്ശികയൊന്നും ഇല്ല. വർഷം 10 ഭരിച്ചിട്ടും പെൻഷൻ വർധന നൽകാതെ, ശമ്പള വർധന നൽകാതെ ഖജനാവാകെ കട്ടുമുടിച്ചു. അതുകൊണ്ട് അരിശം തീരാതെ മെഡിസെപ്പിൻ തുക വർദ്ധിപ്പിച്ചു. പ്രതിഷേധത്തിന് കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം കമ്മിറ്റി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് PN ദാമോദരൻ പിള്ള ധർണ ഉദ്ഘാടനം ചെയ്തു. മറ്റ് സംസ്ഥാനങ്ങളിൽ വർദ്ധിപ്പിച്ച പ്രീമിയം തുക സർക്കാർ വിഹിതമായി നൽകുമ്പോൾ കേരളത്തിൽ പെൻഷൻകാരെയും ജീവനക്കാരെയും പിഴിയുകയാണെന്ന് PN ദാമോദരൻ പിള്ള പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ വർദ്ധിപ്പിച്ച തുക ആ ഗവൺമെന്റിന്റെ വിഹിതമായി, തമിഴ്നാട് മുതലായ സംസ്ഥാനങ്ങളെ ആ വർദ്ധിപ്പിച്ച തുക ആ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതമായി അങ്ങനെ അടച്ചുകൊണ്ട് ജീവനക്കാരെയും പെൻഷൻകാരെയും സംരക്ഷിക്കുന്ന രീതിയാണുള്ളത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള യാതൊരു നടപടികളും ഇല്ല എന്ന് തന്നെയല്ല. ഇവിടെ നമുക്ക് നൽകേണ്ട ഒരു ആനുകൂല്യം നൽകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. 24 ജൂലൈ മുതൽ സംസ്ഥാന ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും അതുപോലെ പെൻഷനും വർദ്ധിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയായിട്ട് അതിന് കമ്മിറ്റിയെ വെക്കാനോ ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടില്ല. അതുപോലെ നമ്മുടെ TRഉം ഒക്കെ ഏകപക്ഷീയമായി പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. CM മുഹമ്മദ് ഫൈസി അധ്യക്ഷനായി. കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം പ്രസിഡന്റ് സേവ്യർ മൂലകുന്ന് മുഖ്യപ്രഭാഷണം നടത്തി. പെൻഷൻകാരെ വരെ കൊള്ളയടിക്കുന്ന സർക്കാരായി പിണറായി വിജയൻ സർക്കാർ മാറിയെന്ന് സേവ്യർ മൂലകുന്ന് പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനെതിരെ ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ 57 മുതൽ ഭരിച്ചിരുന്ന ഒരു സർക്കാരുകളും പെൻഷൻകാരെ ഇതുപോലെ കൊള്ളയടിച്ചിട്ടില്ല. പെൻഷൻകാരെ വരെ കൊള്ളയടിക്കുന്ന ഒരു സർക്കാരായി കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ ഭരണം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ ഒരവസ്ഥയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ പെൻഷൻകാർക്ക് കാലാകാലങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കേണ്ട DR അതുപോലും കുടിശ്ശികയാക്കിയിരിക്കുന്ന ഒരു സർക്കാർ കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു ദുഃഖകരമായ അവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ സർക്കാർ ജീവനക്കാർ, കേരളത്തിലെ പെൻഷൻകാരുൾപ്പെടെ മുഴുവൻ പേരും തയ്യാറെടുത്ത് ഇരിക്കുകയാണ്. 2-3 മാസം കഴിയുമ്പോൾ കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് കേരളത്തിലെ പെൻഷൻകാർക്കും ജീവനക്കാർക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ആ വലിയ ഒരു യജ്ഞത്തിലാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ ജീവനക്കാരും കേരളത്തിലെ പെൻഷൻകാരും എന്ന് പറയുന്നത് എനിക്ക് യാതൊരു സംശയമില്ല. VR മോഹനൻ പിള്ള, PC റോസമ്മ, സെക്രട്ടറി ജോസ് മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.